നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആത്മനിന്ദ എന്താണ് എന്ന് നോക്കാം. ആത്മനിന്ദ എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം സ്വഭാവത്തെയും കഴിവുകളെയും രൂപത്തെയും ജീവിതത്തെയും കുറിച്ച് നിരന്തരമായി നെഗറ്റീവ് ആശയങ്ങൾ തോന്നുകയും സ്വയം വിലകുറച്ച് കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് സാധാരണയായി എങ്ങനെ പ്രകടമാകുന്നു എന്ന് ചിന്തിക്കാം. എനിക്കൊന്നും ശരിയായി വരില്ല എന്നോ ഞാൻ വില കുറഞ്ഞവനാണ് എന്നോ കരുതുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം താഴ്ത്തുന്നു. സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയുന്നു. അനാവശ്യമായ കുറ്റബോധം, താൻ മാത്രം തെറ്റ് ചെയ്യുന്നു എന്ന വികാരം, ചെറിയ പരാജയങ്ങൾ പോലും വലിയൊരു അയോഗ്യതയുടെ തെളിവായി കാണുക, ഇവയൊക്കെയാണ്. ആത്മനിന്ദ വരാൻ ഉള്ള കാരണങ്ങൾ എന്താണ്? ബാല്യത്തിൽ കിട്ടിയ വിമർശനങ്ങളും അപമാനങ്ങളുമാണ് ഒരു കാരണം. സാമൂഹിക സമ്മർദ്ദവും മറ്റുള്ളവരുമായി സ്ഥിരം താരതമ്യം ചെയ്യുന്നതും മറ്റൊരു കാരണമാണ്. പഴയ പരാജയങ്ങളിലെ ഓർമ്മകളും മാനസിക ക്ഷതങ്ങളും നമ്മളെ പ്രശ്നങ്ങളിൽ കുടുക്കിയേക്കാം. ആത്മവിശ്വാസത്തിൻ്റെ അഭാവം, മനസ്സിൽ നിരാശയും വിഷാദവും വളരുക, ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ബന്ധങ്ങളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു, മാനസികാരോഗ്യത്തെ അത് ബാധിക്കുന്നു. ആത്മനിന്ദ കുറയാൻ സ്വയം അംഗീകരിക്കണം, പോസിറ്റീവ് ചിന്തകൾ വളർത്തണം, വിജയങ്ങൾ ഓർക്കുക, തെറ്റുകൾ ക്ഷമിക്കുക. ഇവയൊക്കെ ചെയ്താൽ നമുക്ക് ആത്മനിന്ദയെ ഒഴിവാക്കാം. താങ്കളുടെ ദുർബലതകളും ശക്തികളും ഒരുപോലെ സ്വീകരിക്കുക. എനിക്ക് പൂർണ്ണമാകേണ്ടതില്ല എന്ന തിരിച്ചറിവ് മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിച്ചു, അടുത്ത തവണ മെച്ചപ്പെടും എന്ന് പറയുക. നെഗറ്റീവ് വാക്കുകൾ മനസ്സിൽ വന്നാൽ ഉടനെ അതിനെ സഹായകരമായ വാക്കുകളാക്കി മാറ്റുക. ചെറിയ വിജയങ്ങളെയും ഓർക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം എന്ന മനോഭാവം കുറയ്ക്കുക. താരതമ്യം ഒഴിവാക്കുക. ഓരോരുത്തരും സ്വന്തം ജീവിത വഴിയും സമയവും വെവ്വേറെയാണ് എന്ന് മനസ്സിലാക്കുക. തെറ്റുകൾ സംഭവിച്ചാൽ എനിക്ക് മനുഷ്യനായതിനാലാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്ന് കരുതുക. താങ്കളൊരു സുഹൃത്തിനോട് കാണിക്കുന്ന കരുണ സ്വന്തത്തോടും സ്വയത്തോടും കാണിക്കുക. സ്വന്തം കഴിവിനേക്കാൾ താഴെയായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. മറ്റുള്ളവരുടെ കഴിവിനേക്കാളും നമ്മുടെ കഴിവ് കുറച്ച് താഴെയാണെങ്കിലും നമ്മളാണെന്ന് മനസ്സിലാക്കുക. സമൂഹം നമ്മെ കാണുന്നത് നമ്മൾ സ്വയം കാണുന്നതിൻ്റെ പ്രതിഫലനം ആണെന്ന് കരുതുക. ആത്മനിന്ദ ഉള്ള ഒരാൾ സ്വയം അംഗീകരിച്ച് കഴിവുകൾ പ്രകടിപ്പിച്ച് ആത്മവിശ്വാസം വളർത്തി മുന്നോട്ട് പോകുമ്പോൾ സമൂഹം അവരെ ആദരിക്കുകയും ചെയ്യും, അവർക്ക് സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യും. ആത്മനിന്ദയെ പോസിറ്റീവാക്കി ആത്മസ്നേഹത്തിൻ്റെ പടിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ആത്മനിന്ദ കളഞ്ഞ് ആത്മസ്നേഹത്തിലേക്ക് നാം മാറിയാൽ സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും നല്ല ഉന്നത സ്ഥാനം നേടാനും നമുക്ക് കഴിയും. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.